വന്നത് 75,000 രൂപ കറക്റ്റ് വന്നു. അതിന് 69 രൂപയാണെന്ന് തോന്നുന്നു. അതിന് നമ്മളൊരു ബൈക്ക് മേടിച്ചായിരുന്നു, ഒരു മഞ്ഞ കളറിലെ. 1,00,000 എത്ര രൂപ കിട്ടി? അതിൽ 80,000 രൂപ മരിച്ച രണ്ടോ മൂന്നിൻ്റെ അന്ന് 80,000 രൂപ മുടക്കിയാണ് കിച്ചുവിന് ഒരു ബൈക്ക് എടുത്തു കൊടുത്തത്. വീണ്ടും രേണു ചുതി ഈ ചേച്ചിയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ എങ്ങനെയെങ്കിലും ഒന്ന് നിർത്താമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് വീണ്ടും വെളുപ്പാങ്കാലത്തൊക്കെ കുത്തിയിരുന്ന് ഓരോ വീഡിയോ ആയിട്ട് ഈ ചേച്ചി അങ്ങോട്ട് ഇറങ്ങും സമൂഹ മാധ്യമത്തിലേക്ക്. പിന്നെ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറയാം, ഈ ചേച്ചിയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ കാണാൻ താല്പര്യമില്ലാത്തവർ ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്ത് അങ്ങോട്ട് പോവുക. കാരണം ഈ രേണു ചുതിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രം പറയാനായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. ഈ രേണു ചുതിക്ക് കുറച്ച് അടിമകളുണ്ട്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതിലെ ഒരടിമ ഈ കഴിഞ്ഞ ദിവസം അവരുടെ വീഡിയോയിലൂടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. രേണു സുതി കൊടുത്ത മറ്റേ കിച്ചുവിന് അയച്ചു കൊടുത്ത പൈസയുടെ സ്ക്രീൻഷോട്ടും ഒക്കെ കാണിച്ചുകൊണ്ടായിരുന്നു ഈ ചേച്ചിയുടെ കഥ പറച്ചില്. എന്നാൽ അവരതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ശുദ്ധ കള്ളത്തരമാണെന്ന് ഇന്ന് രാവിലെ രേണു സുതി അങ്ങോട്ട് തെളിയിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിനിവിടെ വിലയുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ധൈര്യമായിട്ട് അങ്ങോട്ട് പറഞ്ഞു. കൂടാതെ കമൻറ്റ് ബോക്സിൻ്റെ അവിടെ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിച്ചാൽ ഒന്ന് ക്ലിക്ക് ചെയ്തേക്ക് ധൈര്യത്തോടെ. ഇനി നമുക്ക് ഈ വീഡിയോ ഞാൻ എടുക്കാനിരിക്കുന്നതിനും ഒരു 3-4 മണിക്കൂർ മുമ്പ് രേണു സുതി ഇട്ടൊരു വീഡിയോ ഉണ്ടേ. ആദ്യമേ നിങ്ങൾ ഇത് തന്നെ കാണും, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. പിന്നെ രേണു ചുതിയായിട്ടുള്ള ബന്ധപ്പെട്ട വീഡിയോകൾ മാത്രമല്ല ഈ ചാനലിലുള്ളത്, വേറെയും സാധനങ്ങൾ വരും. അതും കൂടെയൊക്കെ പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് കാണണേ, പ്രോത്സാഹിപ്പിക്കണേ. അപ്പോൾ അതാ ഈ വീഡിയോ ഒന്ന് കണ്ടോ. കുറച്ച് പേർക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണയുണ്ട്, സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞപ്പം ഏതോ കോടികൾ അക്കൗണ്ടിൽ വന്ന് അത് ഞാനും എൻ്റെ വീട്ടുകാരും എടുത്തടിച്ചു മാറ്റി തീർത്തു എന്നൊക്കെ. ഒരിക്കലുമല്ല, ഒരു കോടികളും വന്നിട്ടില്ല. കറക്റ്റ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് സംശയമുള്ളവർക്ക് അതെങ്കിലും അധികാരിപ്പെട്ടോ ഇതിപ്പം എന്താ പറയുക, സംശയമുള്ളവർക്ക് വേണമെങ്കിൽ വന്ന് ബാങ്കിൽ വന്ന് തിരക്കാം. എത്ര രൂപയാണ് വന്നെന്നും കാര്യങ്ങളൊക്കെ ബാങ്കിലുണ്ടല്ലോ. അത് വന്നത് 75,000 രൂപ കറക്റ്റ് വന്നു. അതിന് 69 രൂപയാണെന്ന് തോന്നുന്നു. അതിന് നമ്മളൊരു ബൈക്ക് മേടിച്ചായിരുന്നു, ഒരു മഞ്ഞ കളറിലെ. ഓക്കെ, എത്ര രൂപ വന്നെന്നാ പറഞ്ഞേ? എത്ര രൂപ? 75,000 രൂപ. അതിൽ 69 രൂപ എടുത്ത് ഒരു ബൈക്ക് മേടിച്ചു. ആർക്ക്? കിച്ചുവിന്. ആരുടെ പേരിൽ? രേണു ചേച്ചിയുടെ രേണു കുട്ടിയുടെ ചേച്ചിയുടെ ഭർത്താവിൻ്റെ പേരിൽ. ആലോചിക്കണം നിങ്ങളെ, എത്ര രൂപ? 75,000 രൂപ. ഇനി നിങ്ങൾ ബാക്കി കേൾക്ക്. ഒരു ബൈക്ക് ഞങ്ങളെല്ലാവരും കൂടി ചെന്നാണ് കിച്ചുവിന് മേടിച്ചു കൊടുത്തത്. കിച്ചുവിന് പറയാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അല്ലാതെ കോടികൾ വന്നിട്ടോ ഇല്ല, ഞങ്ങളാരും എടുത്ത് മുക്കിയിട്ടോ ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ എന്താ പറയേണ്ടത്, ഇതൊക്കെ വന്ന് ബോധിപ്പിക്കണമെന്നുണ്ട്. കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇപ്പം. ചിലവർക്ക് തെറ്റിദ്ധാരണ കാണും, ആ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ഒറ്റയ്ക്കല്ലായിരുന്നു, ഞങ്ങളുടെ കൂടെ മതി, കൂടുതലൊന്നും വേണ്ട. ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നീല ബൈക്കൊക്കെ അവിടെ നിൽക്കട്ടെ, നീല കളറോ പച്ച കളറോ കറുത്ത കളറോ എന്തേലും ആയിക്കോട്ടെ, 75,000 രൂപ വന്നു എന്നാണ് രേണു പറയുന്നത്. ഇനി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രേണുവിൻ്റെ ഒരു അടിമ ഇട്ട വീഡിയോയിൽ അവർ പറയുന്നൊരു കണക്കുണ്ട്. അവർ കള്ളക്കണക്ക് പറഞ്ഞു എന്ന് നമുക്കിപ്പം വാദിക്കാനൊന്നും പറ്റത്തില്ല. കാരണം രേണു കിച്ചുവിന് കൊടുത്ത പൈസയുടെ സ്ക്രീൻഷോട്ടുകൾ പോലും അവരുടെ കയ്യിലിരിപ്പുണ്ട്, അവരത് നമ്മളെ കാണിച്ചതുമാണ്. അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, രേണുവും ഇവരും ഒക്കെ ആയിട്ട് നല്ല കോണ്ടാക്റ്റിലാണ്. അപ്പോൾ രേണു പറയാതെ എന്തായാലും ഈ 1,00,000 കണക്കൊന്നും ആ ചേച്ചി പറയത്തില്ലല്ലോ. അവർ പറയുന്നൊരു കണക്കുണ്ട്, നിങ്ങൾ അതൊന്ന് കേട്ടെ. പിന്നെ പറഞ്ഞത് സുചേട്ടൻ മരിച്ചു കഴിഞ്ഞ് ഒരുപാട് ഫണ്ട് വന്ന് മറിഞ്ഞ് കിച്ചുവിനൊന്നും കൊടുത്തില്ലെന്ന്. 1,00,000 എത്ര രൂപ അങ്ങോട്ട് കറക്റ്റായിട്ട് അത് വരും. ഒരു 4-5 ദിവസം വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം, ഫുൾ ഡീറ്റെയിൽസും തെളിവ് സഹിതം നിങ്ങളുടെ മുന്നിൽ വരാനായിട്ട്. പിന്നെ 1,00,000 എത്ര രൂപ കിട്ടി? അതിൽ 80,000 രൂപ മരിച്ച രണ്ടോ മൂന്നിൻ്റെ അന്ന് 80,000 രൂപ മുടക്കിയാണ് കിച്ചുവിന് ഒരു ബൈക്ക് എടുത്തു കൊടുത്തത്. ആ കിട്ടിയ പൈസക്കകത്തുനിന്ന് കിച്ചുവിന് ബൈക്ക് എടുത്തു കൊടുത്ത്. അത് കിച്ചു ചെറുതായതുകൊണ്ട് പിന്നെ രേണുവിൻ്റെ ചേച്ചിയുടെ ഭർത്താവിൻ്റെ പേർക്കാണ് വണ്ടി എടുത്ത് കിച്ചുവിന് കൊടുത്തത്. മനസ്സിലായ? അപ്പൊ അടിമക്കുട്ടി പറയുന്ന കണക്കെത്ര? 1,00,000 മേളിൽ 1,00,000 ചില്ലറ പൈസ വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്തുനിന്ന് 80,000 രൂപ എടുത്താണ് ബൈക്ക് മേടിച്ചു കൊടുത്തതെന്ന്.
രേണു സുധി, ഇതിലേതാ ഞങ്ങൾ വിശ്വസിക്കണ്ടേ? അല്ല, നിങ്ങൾ തന്നെ പറ, ഇതിലേതാ ഞങ്ങൾ വിശ്വസിക്കണ്ടേ? നിങ്ങൾ തന്നെ പറയുന്നു ബാങ്കിൽ വന്ന് തിരക്കിക്കോളാം, പിന്നെ നാട്ടുകാർക്ക് അതല്ലേ പണി, നിങ്ങളുടെ പുറകെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ടെന്നും കൂടെ ഇനി ഞങ്ങൾ തിരക്കണം. അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ. നിങ്ങളുടെ ഈ പേഴ്സണൽ കാര്യങ്ങൾ നിങ്ങൾ വന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്ത് വന്ന് വേറൊരു കഥ പറയുമ്പോഴത്തേക്ക് ഇതിലെല്ലാം ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. പൈസയുടെ കണക്കിൽ തന്നെ വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങൾ ഉള്ളപ്പോൾ എങ്ങനെ ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കും? അതൊന്നാമത്തെ ചോദ്യം. പിന്നെ ആ ബൈക്ക് ഇപ്പോൾ എവിടെ? അല്ല, കിച്ചുവിന് പ്രായമായിട്ടില്ല, 18 വയസ്സായിട്ടില്ല, അവനൊരു ബൈക്ക് ഓടിക്കാനുള്ള പ്രായമായിട്ടില്ലെങ്കിൽ അവന് ബൈക്ക് എടുത്തു കൊടുക്കേണ്ട കാര്യം എന്താ? അവൻ്റെ പേരിൽ ആ പൈസ ബാങ്ക് അക്കൗണ്ടിൽ വല്ലതും ഇടായിരുന്നല്ലോ. അതും ആ ബൈക്ക് എടുത്തു കൊടുത്തത് രേണു ചുധിയുടെ ചേച്ചിയുടെ ഭർത്താവിൻ്റെ പേരിൽ. അതെന്ത് പരിപാടിയാ അത്? അല്ല, അത് അത്ര നല്ല പരിപാടിയായിട്ട് ഈ വീഡിയോ കാണുന്ന ആർക്കേലും തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. രേണു സുധി കൂട്ടുകാരിയോടൊന്ന് പറയുന്നു, ജനങ്ങളോട് വേറൊന്ന് പറയുന്നു. ഇതിൽ ഏതാണ് ഞങ്ങൾ വിശ്വസിക്കേണ്ടത്? രേണു സുധി തന്നെ പറ, ഇതിൽ ഏതാ വിശ്വസിക്കേണ്ടത്? ഞങ്ങൾ ആറുമല്ല പൈസയുടെ കണക്ക് പറഞ്ഞത്, നിങ്ങളും നിങ്ങളുടെ സുഹൃത്തും കൂടെയാ പറയുന്നത് പല കണക്ക്. ഇതിലേതാ വിശ്വസിക്കണ്ടേ? അല്ല, നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് ജനങ്ങൾ തന്ന പൈസ, മണ്ടന്മാർ കുറേ പേരെന്ത് പൈസ തന്നു, അങ്ങനെ തന്നെ ഇന്നിപ്പോൾ പറയാൻ പറ്റത്തുള്ളൂ. വേറെ ഒരു മാർഗവും ഇല്ല. കാരണം മണ്ടന്മാരാ. നിങ്ങളുടെ കരച്ചിൽ കണ്ടത് വീണുപോയി എല്ലാവരും. പക്ഷേ ഈ കരയുന്ന എല്ലാവരും അത്ര ഡീസൻ്റ് അല്ല എന്ന് തെളിയിച്ച്, നല്ല വ്യക്തമായിട്ട് തെളിയിച്ചു തരുന്ന ഒരാളാണ് നമ്മുടെ രേണു സുധി. കരച്ചിലൊന്നും ഒരു പരിധി കൂടുതൽ വിശ്വസിക്കണ്ട കേട്ടോ. എല്ലാവരോടും കൂടെയാണ് ഞാൻ പറയുന്നത്. ഇനി വേറൊരു വീഡിയോ, ഇതൊന്ന് കണ്ടോ നിങ്ങൾ? ഇതൊക്കെ വേറൊരാൾക്കുള്ള കുത്താണ്. എന്താണെങ്കിലും നമുക്കിതും കൂടെ ഒന്ന് കാണാം. ഇത് തെർത്താത്തയ്ക്ക് മാത്രമുള്ള വീഡിയോ ആണ്. തെർത്താത്ത സത്യമാണ്. കസ്റ്റംസ് എന്റെ പെട്ടിയെല്ലാം പിടിച്ചെടുത്ത് തെർത്താത്ത. എനിക്ക് ഭയങ്കര സങ്കടമാണ് തെർത്താത്ത. കാരണം എന്നാന്നറിയോ? ആ പെട്ടിക്കകത്ത് നിറച്ച് ഡൈപ്പറായിരുന്നു. പിന്നെ വേറൊരു കാര്യം കൂടെ പറയട്ടെ. ഞാൻ എന്തായാലും എന്റെ ചേച്ചി ഡെലിവറിക്ക് പോയപ്പോ ഞാൻ ചേട്ടനെ അടിച്ചോണ്ടൊന്നും പോയിട്ടില്ല മോളെ. തെർത്താത്തയ്ക്ക് മാത്രമുള്ള റിപ്ലൈ ആണ്. തെർത്താത്തയ്ക്ക് നന്നായിട്ട് മനസ്സിലാവും. തെർത്താത്തയ്ക്ക് മാത്രമുള്ള ഒരു കൊടുപ്പാണ് രേണു സുധി അവിടെ കൊടുത്തത്. എനിക്ക് അതിന്റെ സത്യാവസ്ഥ ഒന്നും അറിയത്തില്ല കേട്ടാ. ആരുടെ ഏതിന്റെ ആരുടെയൊക്കെ ചേച്ചിമാര് എവിടെയൊക്കെ പ്രസവത്തിന് പോയപ്പം ചേച്ചിമാരുടെ ഭർത്താവിനെയും കൊണ്ട് ആര് പോയി, ഇതൊന്നും എനിക്കറിയാൻ പാടില്ല. അറിയാത്ത കാര്യത്തെപ്പറ്റി ഞാൻ പറയുന്നുമില്ല. പിന്നെ കാണിച്ചു തന്നത് രേണു സുധി ഇങ്ങനെയുള്ള കുറച്ച് കഥയും കൂടെയൊക്കെ വിളിച്ചു കോവുന്നുണ്ട്. എന്താണ് ഇതിൻ്റെയൊക്കെ സത്യം, പുറകിലുള്ള സത്യം എന്ന് നമുക്ക് അറിയാൻ പാടില്ല. അറിയാത്തത് കൊണ്ട് തന്നെ രേണു പറഞ്ഞത് കള്ളമാണെന്നോ, ഇല്ലെങ്കിൽ ഇവർ ആർക്കെതിരെയാണോ ഈ പരാമർശം പറയുന്നത് അവർക്കെതിരെ പറഞ്ഞിരിക്കുന്നത് കള്ളമാണ്, അല്ലെങ്കിൽ അവർ ഡീസൻ്റ് ആണ്, ഇതൊന്നും പറയാൻ നമുക്കറിയത്തില്ല. അറിയാത്ത കാര്യം മുണ്ടാതിരുന്ന് അങ്ങ് കേൾക്കുന്നു ഞാൻ, നിങ്ങളെയും കേൾപ്പിക്കുന്നു. നിങ്ങൾ പറ ഇതിൻ്റെ സത്യാവസ്ഥ എന്തായിരിക്കുമെന്ന്. നിങ്ങളുടെ ഒരു അഭിപ്രായം പറ നിങ്ങൾ. എനിക്ക് പ്രത്യേകിച്ച് ഇതിനകത്തൊരു അഭിപ്രായം ഇല്ലടേ, ഞാൻ പറയാൻ നിൽക്കുന്നില്ല, കാരണം അറിയാൻ പാടുകയില്ല. ഇനി വേറൊരു കാര്യം രേണു പറയുന്നുണ്ട്, ഇതും കൂടെ ഒന്ന് കേട്ടോ നിങ്ങൾ. തെർത്താത്തെ ഞാൻ വീണ്ടും ശല്യം ചെയ്യാൻ വേണ്ടി വന്നതാണ്. വേറൊന്നുമില്ല, ഒരു കാര്യം കൂടെ പറയട്ടെ. ഞാൻ കല്യാണം കഴിച്ചു. ആദ്യത്തെ കല്യാണം കഴിച്ച എൻ്റെ വീട്ടുകാരും നാട്ടുകാരൊക്കെ പറഞ്ഞ കല്യാണം കഴിച്ചാണ്, പള്ളിയിൽ കെട്ടിയതാണ്. സോ കെട്ടിയത് മീൻസ് പെന്തക്കോസ്ത് കല്യാണമാണ്. അതുകൊണ്ട് എൻ്റെ കഴുത്തെ താലി കെട്ടിയിട്ടില്ല, സൂചിച്ചേട്ട മാത്രമേ താലി കെട്ടിയിട്ടുള്ളൂ, സത്യമാണ്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം എനിക്കും ആ ബന്ധം താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആ ബന്ധം ഉപേക്ഷിച്ചു. സോ എന്താ പറയാ, അതിനുശേഷം എന്താ പറയാ, അദ്ദേഹം എന്നെയും കുറ്റം പറഞ്ഞില്ല, ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയുന്നില്ല. അതിനുശേഷം ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്, സൂചിച്ചേട്ടൻ്റെ വീട്ടുകാർക്കും അറിയാം, സൂചിച്ചേട്ടനും അറിയാം, മോനും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനുശേഷം ഞാൻ രണ്ടാമത് സൂചിച്ചേട്ടനെ നിയമപരമായിട്ട് കല്യാണം കഴിച്ചു. അദ്ദേഹം മരിച്ചപ്പോൾ ഞാൻ വിധവയായി. ഇപ്പൊ ഞാൻ ഇതുവരെ വേറെ ആരും കെട്ടില്ല. എടി തീർത്താത്ത, നീ എങ്ങനെ അടി വിധവയായിരുന്നു? നീ ആദ്യം ഒരു തമിഴ്നാട്ടിലെ ഒരു മനുഷ്യനെ കല്യാണം കഴിച്ചു, രണ്ടാമതൊരു ബംഗ്ലാദേശി ഷൗക്കത്തിനെ കല്യാണം കഴിച്ചു, മൂന്നാമത് മലയാളി വിനീതിനെ നീ കല്യാണം കഴിച്ചു. ഇവര് 3 പേര് ജീവനോട് ഇരിപ്പുണ്ടല്ലോ. പിന്നെ നീ എങ്ങനെ അടി വിധവയാകുന്ന കള്ളി തീർത്താത്ത ഡയപ്പർ വിധവ? രേണു സുധി മറ്റൊരാളുടെ കുടുംബത്തിലോട്ട് കയറി ചെല്ലുവോ അല്ലയോ? കാര്യങ്ങളൊക്കെ തപ്പിപ്പിടിച്ച് പോടുണ്ട് ചേച്ചി. എനിക്കറിയാൻ പാടില്ല കേട്ടോ, ഇവർ പറയുന്നതൊക്കെ വിളിച്ച് കൂന്നതൊക്കെ സത്യമാണോ എന്ന്. തീർത്താത്ത എന്ന് പറയുന്ന ആൾ ഈ 3 കല്യാണം കഴിച്ചോ 4 എനിക്കറിയാൻ പാടില്ല. പക്ഷേ രേണു സുധി, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ കുടുംബത്തിലേക്ക് ആരെങ്കിലും കയറി വന്നിട്ടുണ്ടോ? ഈ അടുത്തെങ്ങാണ്ടാ തോന്നുന്നു അവർ കിച്ചുവിനെ എങ്ങാണ്ട് പോയി കണ്ടത്. അതിനു മുമ്പ് നമ്മളാരും നിങ്ങളുടെ കുടുംബത്തിലേക്ക് കയറി വരുന്നില്ലേ? നിങ്ങളുടെ കുടുംബത്തിൽ എന്താ നടക്കുന്നതെന്ന് അത് തെമ്മാടിത്തരം, അത് നമ്മൾ ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങളായിട്ട് തന്നെ കുറേ കാര്യങ്ങൾ ഈ സോഷ്യൽ മീഡിയ വഴി നാട്ടുകാരോട് കൂവി നടക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പണിയൊക്കെ കിട്ടുന്നത്. നിങ്ങളുടെ നാക്കാണ് നിങ്ങളുടെ പ്രശ്നം, അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ മറ്റേ ദുബായി പോയിട്ട് തിരിച്ചു വരുമ്പോൾ മറ്റേ കട്ടയായിട്ട് സ്വർണം കൊണ്ടിരുന്നെന്നോ, ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷേ
ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞൊരു പോയിന്റ്, അത് ഇവിടെയും ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവരെയും. ഒരാൾ ഒരു ഇനാഗുറേഷൻ, ഒരു സ്ഥാപനം, ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ 10 പേർ അറിയാവുന്ന ഒരാളെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് അവിടെ കൊണ്ടുപോകുന്നു, ഇനാഗുറേഷൻ കഴിയുന്നു, 2 ദിവസം നിർത്തും, എന്തെങ്കിലും പ്രൊമോഷൻ വർക്ക് തിരിച്ചു വിടും. ഇതാണ് സാധാരണ ചെയ്യുന്നത്. പക്ഷെ രേണു പോകുമ്പോൾ മാത്രം 14 ദിവസമൊക്കെയാണ്. അതിൻ്റെ പുറകിൽ എന്താണ് അത്രയേ നമ്മൾ ചോദിച്ചിട്ടുള്ളൂ. കാരണം വേറെ പ്രൊമോഷനും കാര്യങ്ങളും ഇവർ ആ സ്ഥാപനത്തിന് വേണ്ടി തന്നെയാണ് കൂടുതലും ചെയ്യുന്നത്. പിന്നെ എവിടെയോ പോയി മറ്റേ ബ്യൂട്ടീഷ്യൻ പരിപാടി ചെയ്യുന്നതൊക്കെ കാണിക്കുന്നുള്ളൂ. അതും കൂടിപ്പോയ 2-3 ദിവസം കൊണ്ട് തീർക്കാവുന്ന പരിപാടിയുള്ളൂ. എല്ലാവരും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പക്ഷെ ഇവരുടെ കാര്യത്തിൽ മാത്രം അങ്ങനല്ല. അതുകൊണ്ടുള്ളൊരു സംശയം അത് ഈ വീഡിയോയിൽ ഞാൻ ഒരു ചോദ്യചിഹ്നമായി ചോദിച്ചങ്ങോട്ട് വെക്കുകയാണ്. മനസ്സിലായില്ലേ? ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ എൻ്റെ അഭിപ്രായങ്ങളാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.